കൂട്ടുകാരെ, ഞാനാണ് ഉറുമ്പ്. നിങ്ങളുടെ നാട്ടിലത്തെ പണിക്ക് പോകാത്ത ആൾക്കാരുടെ പോലെയൊന്നും അല്ല ഞാൻ. ഞാൻ നന്നായി അധ്വാനിച്ച് എൻ്റെ കുടുംബം പോറ്റുന്ന ഒരാളാണ്. ദേ കണ്ടില്ലേ, രാവിലെ തന്നെ ചുമട്ട് പണി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. കുഞ്ഞു കഷ്ണം കിട്ടിയാലും അതെ, ഞാൻ എൻ്റെ മാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുകയുള്ളൂ. ഇതും താങ്ങി പിടിച്ച് പോകാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് നോക്കൂ. ഇതും താങ്ങി പിടിച്ച് എൻ്റെ മാളത്തിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട്. നല്ല കനമുണ്ട്. എന്ത് കനമാണെന്നറിയോ, നല്ല വെയിറ്റും ഉണ്ട്. ഇതാരെങ്കിലും ഒന്ന് എടുത്ത് പിടിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഓ, ഇത് സഹായത്തിനാണെങ്കിൽ ആരും കാണാനുമില്ല. സാരില്ല, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. എൻ്റെ കടമയായി പോയില്ലേ, കുടുംബനാഥൻ്റെ ചുമതല. എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോടൊന്ന് പറയാമായിരുന്നു. അതേ പോകുന്നുണ്ട്, കുറേ എണ്ണം ദേ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സമാധാനം. എടി ഇടി ഇടി ഇടി, ഏത് വഴി പോണേ? ഈ വഴി അടി. ആരുമില്ല ഈ വഴി. ഓ, എന്നാൽ ശരി, ഞാൻ ആ വഴി പോയി നോക്കാം. എടി ഇങ്ങോട്ട് ഓടി. ആരും ഈ വഴി വരുന്നില്ല. ഓ, എന്നാൽ ഞാൻ നേരെ പോയി നോക്കാം. ഓ, ഇത് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇവളെ വിളിക്കാൻ എൻ്റെ പിന്നാലെ വരുന്നേ. എൻ്റെ പിന്നാലെ വരണ്ട, പോ. ഇവരെന്താ ഈ തിരിഞ്ഞ് നടക്കുന്നേ? ഇയാൾ എന്തുട്ട് ഈ പൊക്കി പിടിച്ചു കൊണ്ടുപോകണേ? ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയാവോ? ഓ, നമുക്കും പോയി നോക്കി നോക്കാം, നമുക്കും വെള്ളം കിട്ടുമെന്ന്. എടി തല്ലൂടില്ലേ. അയ്യോ, നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. വായോ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുള്ളൂ. അതേ വീണ്ടും വന്നില്ല ഇയാൾ ഇത് എന്തിട്ട് ഈ തേങ്ങ കാണിച്ചുകൊണ്ടിരിക്കുന്ന രാവിലെ തന്നെ. ഒരു കുഞ്ഞൊരു കഷ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് തേങ്ങ കാണിച്ചുകൊണ്ട് പോകണേ. നമുക്ക് നമ്മുടെ പരദൂഷണം കൊതി നുണയും പറഞ്ഞോണ്ടിരിക്കാടി. നമുക്ക് വായോ, നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സംഘത്തിലേക്ക് പോകാം. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം കൊതി നുണയും പറഞ്ഞ് എല്ലാം കേട്ടിരിക്കാം. ഇയാൾ അവിടെ എന്തെങ്കിലും കാണിക്കട്ടെ. ഇത് തൊഴിൽനാഥന്മാരുടെ, അതായത് ഗൃഹനാഥന്മാരുടെ ജോലിയാണല്ലോ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരില്ലേ. അപ്പോൾ അത് അയാൾ കൊണ്ടുവന്നോളൂ. നമുക്ക് പോയിട്ട് നമ്മുടെ അയൽക്കൂട്ടത്തിൽ കുറച്ച് കൊതി നുണയും പറഞ്ഞിരിക്കാം. ഈശ്വര, അതേ വീണ്ടും അയാൾ. ദൈവമേ, ഞാൻ വീണ്ടും താഴെ എത്തി. ഞാൻ എങ്ങനെ താഴെ എത്തി എനിക്കറിയുന്നില്ല. എനിക്ക് തിരിച്ചു കയറാൻ വയ്യ. ഇവിടെ ഏതാ? ഇവളെൻ്റെ സാധനം തട്ടിയെടുക്കാൻ നോക്കുകയാണ്. ബോഡി അവിടെ നിന്ന്. ഇത് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്, ഞാൻ മേടിച്ചു കൊടുക്കുന്നത്. ഞാനൊന്നും ഇതില്ല. നീ നിൻ്റെ വീട്ടിൽ പോയി വേറെ ഒന്നും എടുത്തോട്ട് പോടി. ഞാൻ ഏകദേശം എൻ്റെ വീടിൻ്റെ അവിടെ. അയ്യോ, വീണ്ടും ഞാൻ വീണു. ഞാൻ വീണ്ടും പൊക്കി കൊണ്ടുവരും കേട്ടോ. ഓരോരോ ഘട്ടമായിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നില്ലേ? നിങ്ങൾക്ക് വല്ല പഞ്ചസാരയൊക്കെ വീട്ടിലേക്ക് ഒന്ന് വെറുതെ എറിഞ്ഞ് തന്നോടെ എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ പട്ടിണിയൊക്കെ മാറ്റി സുഖമായിട്ട് ജീവിച്ചോളാന്നേ. ഇതിൻ്റെ ഇടയിൽ ഇഴജന്തുക്കളൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഒന്ന് മാറി നിൽക്കണം അങ്ങോട്ട്, മണ്ണെണ്ണ കൂടിയാ. മണ്ണെണ്ണയും കുടിച്ച് അവിടെ മറ്റേ ബീറടിച്ച് കിടക്കണ പോലെ. മാറണം അവിടെ, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ വഴിക്ക് വീഴുക. ഈശ്വരാ, എൻ്റെ ഭഗവാനെ, ഞാൻ എങ്ങനെയെങ്കിലും കയറി നോക്കി നോക്കട്ടെ. ഭഗവാനെ, കയറാൻ പറ്റുന്നുണ്ട്. ഭാഗ്യം. ഓ, സമാധാനം. താഴെ വീഴാതെ നേരെ മുകളിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. എൻ്റെ ഭാര്യ അവിടെ എവിടെയെങ്കിലും കാണാനുണ്ടാവോ? എടിയേ, അവിടെ കാണാനില്ലേ? അവളെ എവിടെയാണ് പോയി കൊടുക്കണം? ആരെയും കാണാനില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലെത്തട്ടെ എൻ്റെ ഭഗവാനേ. അതേ എത്തി. അവൾ രാവിലെ തന്നെ അയൽക്കൂട്ടത്തിൽ പോയണ്ടാവും കുറച്ച് കൊതിയും നുണയും പറയാൻ. എന്താ ചെയ്യാന്ന് നോക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എങ്ങനെ എത്തും എനിക്കറിയില്ല എൻ്റെ ഭഗവാനേ. ഇങ്ങനെ വലിച്ചു കൊണ്ട് പോകാം. അതേ പോട്ടെ. അയ്യോ, വരുന്നു എൻ്റെ സാധനം തട്ടിപ്പറിക്കാം. ബോഡി അവിടെ നിന്ന്. ഇതെൻ്റെ ഞാൻ വീട്ടിലേക്ക് മേടിച്ച സാധനങ്ങളാണ്. ഞാനതൊന്ന് തെറ്റിടി. നീ പോയി പണിയെടുത്ത് ജീവിക്കടി. കള്ളത്തി. അവൾ വശീകരിക്കാൻ വന്നേക്കായിരുന്നു. ഞാൻ തരില്ല, അതെൻ്റെ സാധനങ്ങളാണ്. വാടി, നമുക്ക് അപ്പുറത്തെങ്ങാനും പോയി നോക്കാം. തല്ലൂടില്ലേ? വായോ, നമുക്ക് അപ്പുറത്ത് പോയി നോക്കി നോക്കാം. നീ എന്തിനാണ് എൻ്റെ ഭർത്താവിൽ നിന്ന് മേടിക്കാൻ നോക്കി? അയ്യോ, ഞാൻ നിൻ്റെ ഭർത്താവിൽ നിന്ന് മേടിക്കാൻ നോക്കിയതല്ലടി. ഞാൻ പോവുകയാണ്, സാധനങ്ങൾ അപ്പം പോകുന്നതാണ്. എന്നാ വായോ, നമുക്ക് അപ്പുറത്തെങ്ങാനും പോയി കുറച്ച് കൊതിയും നുണയും പറഞ്ഞിരിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. വേഗം കൊച്ചു കുട്ടിയല്ലേ, ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് വിടുന്നേ. എനിക്ക് വേണ്ടിയിട്ടായാലും അതൊന്ന് കമൻറ്റ് ചെയ്ത് വിട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, അതേപോലെ ലൈക്കും ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ഈ കഷ്ണവുമായിട്ട് ഭയങ്കര മല്ലയുദ്ധത്തിൽ കിടക്കും. വീണ്ടും ഞാൻ നിലത്തേക്കെത്തി. എന്താ ചെയ്യുക, രാവിലെ തന്നെ 8:10 എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാം, വീടിൻ്റെ ഒരു ഗ്രഹനാഥൻ്റെ രോദനമായി കാണുക ഇത്. രാവിലെ തന്നെ കണ്ടില്ലേ, നല്ല സൂര്യനാണെങ്കിൽ ഇങ്ങനെ വെളുത്ത് തുടുത്ത് നിന്ന് നല്ല ചൂടിലാണ് നിൽക്കുന്നത്. ഈ ചൂടത്ത് എങ്ങനെ പണിയെടുക്കാൻ ഞങ്ങൾക്ക് തോന്നും? ഭയങ്കര കഷ്ടം.
അതിൻ്റെ ഇടയിൽ എൻ്റെ ഭാര്യ വീണ്ടും എവിടേക്കോ തെറ്റിത്തിരിഞ്ഞ് പോകുന്നുണ്ട്. എവിടേക്കാ പോകുന്നതെന്ന് ദൈവത്തിന് അറിയുള്ളൂ. അല്ല അയൽക്കൂട്ടം മീറ്റിങ്ങിനാവും, അല്ലെങ്കിൽ വല്ല കൊതിയും നുണയും പറഞ്ഞിരിക്കാനോ. എവിടേക്കോ കഷ്ടപ്പെട്ട് കുത്തിപ്പിടിച്ച് പോകുന്നുണ്ട്. ഭാഗ്യം. ഏ എന്താ അവളവിടെ നിൽക്കുന്നത്? അവൾ എന്തുട്ടാ അവിടെ തളിച്ചോണ്ടിരിക്കുന്നത്? അവൾ എന്താ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? ഞാൻ വീണ്ടും ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അത് സമാധാനം. ഇനി ഇത് കൊണ്ടുവച്ചിട്ട് വേണം അടുത്തത് മേടിക്കാൻ വേണ്ടി വരാൻ. എൻ്റെ വീട്ടിലേക്ക് വെച്ചു ഞാനങ്ങനെ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞില്ലേ, അടുത്ത സാധനം എടുക്കാൻ വേണ്ടി, അടുത്ത ഡെലിവറിക്ക് വേണ്ടി ഞാൻ പോവുകയാണ്. അയ്യോ ഇവിടെ നിറച്ച് പാമ്പുകളാണ്. ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരണ്ട കേട്ടോ മക്കളെ. ഈ ഏരിയയിൽ നിറച്ച് മണ്ണെണ്ണക്കുടിയന്മാരെ വീട്ടുകളൊക്കെ എന്താ പറയുക, കള്ളുടിച്ച് കിടക്കണ പോലെയോ കഞ്ചാവ് ഒഴിച്ച് കിടക്കണ പോലെയൊക്കെയാണ്. പരിസര ബോധമില്ലാതെ കുറേ എണ്ണം എവിടെയും എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.